ഞങ്ങൾ അധികാരത്തിൽ വന്നിരിക്കുന്നത് കേരളത്തെ 25 കൊല്ലത്തേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ല, 25 കൊല്ലത്തേക്ക് മുമ്പിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ്. കേരളത്തിൽ എംപ്ലോയ്മെന്റ് ജനറേഷൻ ഉണ്ടാക്കി, സമ്പദ്ഘടനയെ ഉത്തേജിപ്പിച്ച് പണം ഉണ്ടാക്കി പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പണം കൊണ്ട് വെൽഫെയർ പ്രോജക്റ്റുകൾ നടപ്പാക്കും. 5 പൈസ കയ്യിലില്ല, എന്നിട്ട് വീണ്ടും പഴയതുപോലെ ആവണം. പഴയ അല്ലേ, അതിനല്ല ഞങ്ങൾ വന്നിരിക്കുന്നത്. നമ്മുടെ കേരളത്തെ 20 വർഷം പുറകിലോട്ട് വിടാനല്ല, നമ്മുടെ കേരളത്തെ 20 വർഷം മുമ്പോട്ട് വിടാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി മാത്രമല്ല, ധനകാര്യമന്ത്രി കൂടിയാണ് നമ്മുടെ വി ഡി സതീശൻ സാറ്. എന്റെ പൊന്നു മക്കളെ, ഇതുപോലെ ദീർഘവീക്ഷണത്തോടുകൂടി ചിന്തിക്കുന്ന മുഖ്യമന്ത്രിമാരും നമുക്ക് വരണം, ധനകാര്യമന്ത്രി നമുക്ക് വരണം. അപ്പോഴാണ് നമ്മുടെ കേരളം ഒന്ന് പച്ച പിടിക്കുന്നത്. ഇല്ല എങ്കിൽ ഇന്നും കുന്നും അതുപോലെ തന്നെ കിടക്കും. കഴിഞ്ഞ ദിവസം ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചതിനെ തുടർന്ന് എന്തൊക്കെ വിമർശനങ്ങളാണ് ഈ പറയുന്ന വി ഡി സതീശൻ സാറിനെതിരെ വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ വന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സലീം കുമാറിന് 1 കോടി രൂപയുടെ സ്മാരകം നിർമ്മിക്കാനായിട്ട് കൊടുത്തു എന്ന് പറയുന്ന ഒരു വിഷയത്തെ തുടർന്നാണ് ഏറ്റവും കൂടുതൽ ട്രോളും അതോടൊപ്പം തന്നെ വിമർശനവും എത്തിയത്. അത് സ്വന്തം പാർട്ടിയിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഏറ്റവും കൂടുതൽ ക്യാപ്സൂൾ ഇറക്കി വിട്ടത് ഓപ്പോസിറ്റ് പാർട്ടിക്കാരാണ് ഈ ഒരു ക്യാപ്സൂൾ ഇറക്കി വിട്ടത്. 1 കോടി രൂപയുടെ ഇതെന്തിനാണ് എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറയാം. കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ധനമന്ത്രി കൂടിയായ നമ്മുടെ മുഖ്യമന്ത്രി ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. അതായത് കയറിയതിനു ശേഷം 1 മാസം തികയുന്നതിന് മുമ്പുള്ള ഒരു ബഡ്ജറ്റാണ്. ഈ ബഡ്ജറ്റിന്റെ അകത്ത് നമ്മുടെ കേരളത്തെ എത്രമാത്രം ഉന്നതിയിൽ കൊണ്ടുപോകാമോ അതുപോലെയുള്ള ഒരു ദീർഘവീക്ഷണവുമായിട്ടുള്ള ഇറക്കിയ ഒരു ബഡ്ജറ്റ് ആയിരുന്നു അത്. എന്തായാലും ആ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് നിരവധി വിമർശനങ്ങളും എത്തുന്നുണ്ട് കേട്ടോ. അപ്പോ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഈ പറയുന്ന ഈ ബഡ്ജറ്റ് വന്നതിന് ശേഷം ഈ ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു പദ്ധതിയുണ്ട്, മിഷൻ സമുദ്ര എന്ന് പറയുന്നത്. ഇത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ അല്ലെ നമ്മുടെ ധനകാര്യമന്ത്രി ആയിരിക്കുന്ന വി ഡി സതീശൻ സാറിന്റെ ഒരു സ്വപ്ന പദ്ധതിയാണ്. ഈ പദ്ധതിയെ കുറിച്ച് നമ്മുടെ അബ്ദുൽ കലാം സാറ് 2005 നിയമസഭയിൽ പറഞ്ഞതാണ്. നമ്മുടെ കേരളത്തിൽ ഈ പറയുന്ന തുറമുഖ സാധ്യതകളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു 2005. അന്ന് അദ്ദേഹം 2005 നിയമസഭയിൽ പറഞ്ഞ ഈ ഒരു കാര്യം ഇന്ന് നമ്മുടെ വി ഡി സതീശൻ സാർ അത് നടപ്പിലാക്കിയിരിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമൂലം നമ്മുടെ കേരളം രക്ഷപ്പെടും. കേരളത്തിലെ ജനങ്ങൾക്ക് തൊഴിൽ കിട്ടും. വിദേശത്തേക്ക് തൊഴിലിന് വേണ്ടി പോകുന്ന ആളുകളുടെ എണ്ണം കുറയും.